प्यारे दोस्तों, आदाब। सुगान എല്ലാവർക്കും अल्ले। पिछले क्लास में हमने क्या क्या बताया है? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? क्या क्या सरगर्मियां दे दिया है? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് തന്നത്? എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളെ ടീച്ചർ പറഞ്ഞത്. ശരിയാണോ? ഈ പ്രവർത്തനങ്ങളൊക്കെയാണോ നിങ്ങൾ ചെയ്തത്? ആദ്യ പ്രവർത്തനം ഒന്ന് നോക്കൂ. 4 പഴങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്ത് അവയുടെ മരത്തിൻ്റെ പേര് എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം आमला का पेड़, अमरूद का पेड़, कटहल का पेड़, आम का पेड़. രണ്ടാമത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത് ബാരിഷ് കുറയാനുള്ള കാരണമെന്തായിരുന്നു? 2-3 ജുംലോ മേ ലിഖിയെ, 2-3 സെൻറ്റൻസിൽ എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് എഴുതിയത് നോക്കൂ. लोग पेड़ काटते हैं, लोग जंगल बर्बाद करते हैं, चट्टान तोड़ते हैं, नदी नाले गंदा करते हैं. അതിൽ മൂന്നാമത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത് अगले दिन केशव भाई कृषि भवन पहुँचे, वहाँ कृषि ऑफिसर से उनकी मुलाकात हुई. उन दोनों में क्या क्या बातें हुई होगी लिखिए. അടുത്ത ദിവസം കേശവ് കൃഷിഭവനിലെത്തി അവിടെയുള്ള ഓഫീസറുമായി സംസാരിച്ചു. എന്തൊക്കെയായിരിക്കും പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു പ്രവർത്തനമുണ്ടായിരുന്നത്. നിങ്ങൾ എഴുതിയതുപോലെ തന്നെയാണോ ഈ പ്രവർത്തനം? ഒന്ന് നോക്കൂ. കേശവ്: ആദാബ് സാഹബ്, कृषि ऑफिसर: जी आदाब, आप क्यों आए? केशव: मैं पौधा लेने के लिए आया हूँ. कृषि ऑफिसर: जी कौन सा पौधा चाहिए? केशव: मुझे आम का पौधा, कटहल का पौधा और अमरूद का पौधा चाहिए. कृषि ऑफिसर: ठीक है, ये ले लो. കേശവ്: ശുക്രിയ സാഹബ്. പ്യാരെ ബച്ചോ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തു അല്ലേ? ഇനി ഇതൊന്ന് നോക്കൂ. യേ കോൻ ഹേ? ആരാണത്? ആരാണ്? ബത്തായേ. തവള. തവളക്ക് ഉറുദുവിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ബത്തായേ. ഹാ, മേണ്ടക്. ക്യാ? മേണ്ടക്. മേണ്ടയ്ക്ക് ആവാസ് ക്യാ ഹെ? മേണ്ടക്കിൻ്റെ ആവാസ് എന്താണ്? പഠിച്ചതാണ് കഴിഞ്ഞ പാഠങ്ങളിൽ. ഏതായിരുന്നു? ഹാ ബത്തായേ. ആ, ഡർ 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 അല്ലേ? അങ്ങനെ തന്നെയാണോ മേണ്ടക്ക് ശബ്ദം ഉണ്ടാക്കുന്നത്? ഒന്ന് നോക്കൂ. ഓക്കെ, മേണ്ടക്കിൻ്റെ ശബ്ദം കേട്ടു. മേണ്ടക്ക് ശബ്ദമുണ്ടാക്കിയാൽ മഴ പെയ്യുന്ന കേട്ടിട്ടുള്ളത്. ശരിയാണോ? അങ്ങനെയുണ്ട് അല്ലേ? മേണ്ടക്കിൻ്റെ ശബ്ദം മഴയുടെ സൂചനയാണ് അല്ലേ? ആ മഴയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു കഹാനി. കഥ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? അങ്ങനത്തെ ഒരു കഥ. ആദ്യം എല്ലാവരും പാഠപുസ്തകം നോക്കൂ. ഹെഡിങ് ബാരിഷ്. ക്യാ ഹെ? ബാരിഷ്. അർത്ഥം മഴ. അച്ഛാ ഹെ. പാഠഭാഗത്തിലേക്കൊന്ന് നോക്കൂ. ഞാൻ വായിക്കുന്നത് പോലെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കിട്ടാത്ത അർത്ഥം അവിടെ അടിവര ചെയ്യണം. ഓക്കെ? വാക്കിൻ്റെ അർത്ഥം അടിയിൽ വരക്കണം. റെഡിയല്ലേ? ഓക്കെ, देखिए. बारिश. नीदू अम्बाला गाँव में रहती थी. उसकी माँ बाप मेहनती किसान थे. वो रोज़ाना खेत में जाया करते थे. उस वक्त
नीदू घर में अकेली रहती थी। नीदू के घर के पास एक तालाब था। वो रोज़ाना तालाब पर जाती थी। एक दिन उसने तालाब में एक मेंढक को देखा और उससे कहा, दोस्त, मैं अकेली हूँ, मेरा कोई साथी नहीं है। ये सुनकर मेंढक ने कहा, मुझे से दोस्ती करूँगी। नीदू हैरान रह गई। अरे, बोलने वाला मेंढक! हाँ, मैं बोल सकता हूँ। ये बोलते हुए मेंढक तालाब से बाहर आ गया। वो बहुत भट्टा था। दोनों देर तक खेलते रहे। शाम को दोनों अपने घर चले गए। दिन गुजरते रहे। बारिश का मौसम आया, लेकिन बारिश नहीं हुई। एक रोज़ नीतू ने अपनी अम्मी और अब्बू की बात सुनी। अब्बू कह रहे थे, अगर मौसम इसी तरह रहा तो गाँवों के सारे खेत बर्बाद हो जाएंगे। ये सुनकर नीदू बहुत उदास हुई। वो देर तक सोचती रही। थोड़ी देर बाद वो तालाब के किनारे जाकर बैठ गई। मेंढक तालाब से बाहर आया। क्या हुआ नीदू? आज बहुत उदास नज़र आ रही हो। नीदू ने अम्मी अब्बू की सारी बातें उसे सुनाई। इतनी सी बात है, मैं अभी आया। ये कहकर मेंढक तालाब में कूद पड़ा। थोड़ी देर बाद वो अपने बहुत से दोस्तों को साथ लेकर बाहर आया। वो सब मिलकर ज़ोर ज़ोर से ठर्राने लगे। टर 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 टर। अचानक आसमान पर बादल छा गए। बिजली कड़की और बारिश जोर से बरसने लगी। ഓക്കെ ബച്ചോ, എല്ലാവരും വായിച്ചത് കേട്ടു. എന്തെങ്കിലും മനസ്സിലായോ? ആരുടെ കഥയാണെന്ന് മനസ്സിലായി അല്ലേ? ആരൊക്കെ ഉണ്ട് അതിൽ? നീതു എന്നൊരു കുട്ടിയും മേണ്ടക് തവളയുമുണ്ട് അല്ലേ? അതായിരുന്നു ഈ കഥ. അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങളോട് അർത്ഥം അറിയാത്ത ഭാഗങ്ങൾ അടിവരക്കാൻ പറഞ്ഞിരുന്നു. വരച്ചോ? ഏതൊക്കെ വരച്ചു? ബത്തായിയേ, ഏതൊക്കെയുണ്ട്? മെഹനത്തി, അധ്വാനിക്കുന്ന. വേറെ ഏതാ നിങ്ങൾ എഴുതിയത്? ബത്തായിയേ, റോസാന അല്ലേ? ഹർ ദിൻ, എല്ലാ ദിവസവും. പിന്നെയോ? പിന്നെ ഏതാ എഴുതിയിട്ടുള്ളത്? ബത്തായിയേ, സാത്തി. സാത്തി എന്ന് പറഞ്ഞാൽ ദോസ്ത്, കൂട്ടുകാരൻ. പിന്നെയോ? ഹെറാൻ, തജ്ജുബ്, അത്ഭുതം. മറ്റൊന്ന് പിന്നെ അടിവരച്ചത് മോസം, കാലം. തോടി ദേർ, കുച്ച് വക്ത്, കുറച്ച് സമയം. ബിജലി, കടുക്കി, ഇടിമിന്നൽ. ഓക്കെ, ഇത്രയും വാക്കാണ് നിങ്ങളിപ്പോൾ അടിവരച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അധികവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് ആ കഥ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? ഹെഡിങ് देखिए, ബാരിഷ്, മഴ. അതാണ് നമ്മുടെ കഹാനിയുടെ നാം, നമ്മുടെ കഥയുടെ പേര് ബാരിഷ്, മഴ. देखिए, उसके नीचे देखिए, नीदू अम्बाला गाँव में रहती थी. अम्बाला एक गाँव का नाम है. नीदू അംബാല ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. उसके माँ बाप मेहनती किसान थे. അവളുടെ മാതാപിതാക്കൾ അധ്വാനിക്കുന്ന കിസാനായിരുന്നു, കർഷകനായിരുന്നു. അച്ഛാ,
वो रोजाना खेत में जाया करते थे. അവർ റോസാന ഹർ ദിൻ എല്ലാ ദിവസവും ഖേത്തിൽ പോയിരുന്നു അല്ലേ. ഖേത്ത് വയലിൽ പോയിരുന്നു. ഇസ് വക്ത് നീതു ഘർ മേം അക്കേലി രഹ്തി ഥി. അക്കേലി ബത്തായേ. അക്കേലി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അക്കേലി ഒറ്റക്ക്. അതെ, അങ്ങനെ ആ സമയത്ത് വീട്ടിൽ നീതു അക്കേലി രഹ്തി ഥി ഒറ്റക്കായിരുന്നു. उसके नीचे देखो पैराग्राफ देखिए जी. नीतू के घर के पास एक तालाब था. നീതുവിൻ്റെ വീടിനടുത്ത് ഏക്ക് താലാബ് था. താലാബ് बताइए. കുളം. അച്ഛാ, താലാബ് ഒരു കുളം ഉണ്ടായിരുന്നു. റോസാന റോസാന താലാബ് പർ ജാത്തി തി. അവൾ റോസാന എന്നും താലാബിൽ പോയിരുന്നു. एक दिन उसने तालाब में एक मेंढक को देखा. ഒരു ദിവസം ആരെ കണ്ടു? मेंढक को देखा. मेंढकिനെ കണ്ടു. और उसे कहा. അങ്ങനെ മേണ്ടക്കിനോട് പറഞ്ഞു, ദോസ്ത്. എന്താ ദോസ്ത് എന്ന് പറഞ്ഞ? കൂട്ടുകാരാ, മേ അക്കേലി ഹൂ. ഞാൻ അക്കേലി ഹൂ. ഞാൻ ഒറ്റക്കാണല്ലേ. മേരാ കോയി സാത്ത് നഹീ ഹേ. മേരാ കോയി സാത്തി നഹീ ഹേ. മേരാ കോയി ദോസ്ത് നഹീ ഹേ. എൻ്റെ അടുത്ത് എനിക്ക് ഒരു കൂട്ടുകാരുമില്ല. മേ അക്കേലി ഹൂ. ഞാൻ ഒറ്റക്കാണ്. യസ് സുൻകർ മേണ്ടക്കിനെ കഹാ. ഇത് കേട്ടപ്പോൾ മേണ്ടക്ക് പറഞ്ഞു, മുജ്സേ ദോസ്തി കരോങ്കി. എന്നെ കൂട്ടുകാരാക്കിക്കോ, എന്നെ കൂട്ടുകാരനാക്കിക്കോ. നീതു ഹൈറാൻ രഹ് ഗയി. നീതു അത്ഭുതപ്പെട്ടു. ഹൈറാൻ അത്ഭുതപ്പെട്ടു നീതു. അരേ ബോൽനെ വാലാ മേണ്ടക്. സംസാരിക്കുന്ന മേണ്ടക്. ബോൽനെ വാലാ മേണ്ടക്. വർത്താനം പറയുന്ന മേണ്ടക്കോ? मैं बोल सकता हूँ. ഞാൻ സംസാരിക്കും. ये बोलते हुए मेंढक तालाब से बाहर आ गया. ഇത് പറഞ്ഞിട്ട് मेंढक तालाब से बाहर आ गया. പുറത്തു വന്നു. बहुत बड़ा था. मेंढक बहुत बड़ा था. വലുതാണ്. ധോനോ ദേർ തക് ഖേൽത്തേ രഹേ. രണ്ടാളും കുറേ സമയം അങ്ങനെ കളിച്ചു. ഷാം കോ ധോനോം അപ്പിനെ അപ്പിനെ ഘർ ചലേ ഗയേ. അങ്ങനെ രണ്ടാളും അപ്പിനെ ഘർ ചലേ ഗയേ. രണ്ടാളും വൈകുന്നേരമായപ്പോൾ വീട്ടിലേക്ക് പോയി. രണ്ടാളും കൂട്ടുകാരാണ് കേട്ടോ. ദിൻ ഗുസർത്തേ രഹേ. അങ്ങനെ ദിവസങ്ങൾ ഗുസർത്തേ രഹേ കഴിഞ്ഞുപോയി. ബാരിഷ് കാ മോസം ആയാ. മോസം ബത്തായേ. കാലം, മഴക്കാലം വന്നു. ലേക്കിൻ ബാരിഷ് നഹി ഹുയി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, ബാരിഷ് നഹി ഹുയി. ബാരിഷ് ഇല്ല. കാലമാണ് പക്ഷേ ബാരിഷ് ഇല്ല. एक रोज नीतू ने अपनी अम्मी और अब्बू की बात सुनी. एक दिन ഒരു ദിവസം നീതു തൻ്റെ അമ്മയും അച്ഛനും പറയുന്നതായിട്ട് കേട്ടു. അബ്ബു കഹ്രഹത്തെ. അബ്ബു പറയുന്നുണ്ട്, അഗർ മൗസം ഇസീ തരഹ രഹാ തോ ഗാവോं के सारे खेत बर्बाद हो जाएंगे. കാലം ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ഗ്രാമത്തിലെ മുഴുവൻ ഖേത്തും ബർബാദ് ഹോ ജായേങ്കെ. എന്താവും? നശിച്ചു പോകും, ഇല്ലാതെയായി പോകും. എന്താ അബ്ബു പറഞ്ഞത്? മോസം ഇസി തരഹ രഹാ തോ ഗാവോं के सारे खेत बर्बाद हो जाएंगे. അല്ലേ? ഇങ്ങനെ കാലം ഇങ്ങനെ ആവുകയാണെങ്കിൽ ഗ്രാമത്തിലുള്ള മുഴുവൻ വയലുകളും നശിച്ചു പോകുമെന്ന് പറഞ്ഞു. യേ സുൻകർ നീതു ബഹുത് ഉദാസ് ഹുയി. ഇത് കേട്ടിട്ട് നീതു ഉദാസ് ദുഃഖ ഹുയി. അല്ലേ? വളരെ ദുഃഖിതയായി അവൾ. വോ ദേർ തക്ക് സോച്തി രഹി. അവൾ കുറേ സമയം ചിന്തിച്ചു.
थोड़ी देर बाद वो तालाब के किनारे जाकर बैठ गई. അങ്ങനെ തോടി ദേർ ബാദ് നമ്മൾ പറഞ്ഞു, തോടി ദേർ അല്പസമയം, കുറച്ച് സമയത്തിന് ശേഷം വോ താലാബ് കെ കിനാരെ ജാക്കർ, അങ്ങനെ താലാബിൻ്റെ അടുത്ത് പോയിട്ട്, അരികെ പോയിട്ട് ബൈഠ് ഗയി, അവിടെ ഇരുന്നു. മേണ്ടക് താലാബ് സെ ബാഹർ ആയ, മേണ്ടക്ക് താലാബിൽ നിന്നും ബാഹർ ആയ, പുറത്തു വന്നു. ക്യാ ഹുവാ നീതു, ആജ് ബഹുത്ത് ഉദാസ് നസർ ആ രഹി ഹോ, എന്താ നീതു ഇന്ന് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്? നീതുനെ അമ്മി അബ്ബു की सारी बातें उसे सुनाए, നീതു തൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മേണ്ടക്കിനോട് പറഞ്ഞു കേൾപ്പിച്ചു. ഇത്തിനി സി ബാത്ത് ഹെ मैं अभी आया, ഇത്രയുള്ളൂ കാര്യം, കാര്യം ഇത്രയുള്ളൂ കാര്യം, മേ അഭി ആയ, ഞാനിപ്പോൾ വരാലോ, ഇത്രയുള്ളൂ. യേ കക്കർ മേണ്ടക് താലാബ് മേ ഖൂദ് പട, ഇത് പറഞ്ഞുകൊണ്ട് താലാബിലേക്ക് ഖൂദ് പട ചാടി. തോടി ദേർ ബാദ്, കുറച്ച് സമയത്തിന് ശേഷം വോ അപ്നെ ബഹുത് സേ ദോസ്തോ കോ സാത്ത് ലേക്കർ ബാഹർ ആയ, കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹുത്ത് സേ ദോസ്തോ, ഒരുപാട് കൂട്ടുകാരുമായി ബാഹർ ആയ, പുറത്തു വന്നു. വോ സബ് മിൽക്കർ ജോർ ജോർ സേ ടറാനെ ലഗാ, എല്ലാവരും ഒന്നിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എന്ത് ശബ്ദം? ടർ 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 എന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അചാനക്, പെട്ടെന്ന് ആസ്മാൻ പർ ബാദൽ ജാഗേ, പെട്ടെന്ന് ആകാശത്തിൽ മേഘം മൂടി. बिजली कड़की और बारिश जोर से बरसने लगी, പെട്ടെന്ന് അല്ലേ ഇടിമിന്നൽ വന്നു, മഴ ജോർ സേ ബറസ്നെ ലഗി, ശക്തമായി പെയ്യാൻ തുടങ്ങി. ഓക്കെ, കഹാനി എല്ലാവരും കേട്ടു അല്ലേ? എന്തായിരുന്നു നമ്മളെ കഹാനിയുടെ പേര്? ഹെഡിങ് ക്യാ ഹേ? ഹാ, ബാരിഷ് അല്ലേ? മുനാസബാണ്, യോജിച്ചതാണ് ഈ ഹെഡിങ്. ഇതല്ലാതെ നമുക്ക് മറ്റൊരു ഹെഡിങ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇതല്ലാതെ നമുക്കൊരു വേറൊരു ഹെഡിങ് ഈ കഥക്ക് ഒന്ന് പറഞ്ഞു നോക്കൂ. മറ്റൊരു ഹെഡിങ് ആരോ പറഞ്ഞല്ലോ, നീതു ഓർ മേണ്ടക് അച്ഛാ ഹേ, നീതുവും മേണ്ടക്കും അല്ലേ പറയാ. മറ്റൊരു ഹെഡിങ് പറഞ്ഞു നോക്കൂ, ഇതല്ലാതെ ആരോ പറഞ്ഞല്ലോ. അച്ചി ദോസ്തി അല്ലേ, അച്ചി ദോസ്തി, നല്ല സൗഹൃദം. പിന്നെയോ ഇനി നമുക്ക് പറയാം, ഒരുപാട് ഹെഡിങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കാം. എന്ത് ഒന്ന് പറഞ്ഞു നോക്കൂ. മേണ്ടക്കി ആവാസ്, മേണ്ടക്കിൻ്റെ ശബ്ദം അല്ലേ? അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 3 ഹെഡിങ്ങൾ നമ്മളിപ്പോൾ വേറെ പറഞ്ഞു. ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കൂ. നീതു ഓർ മേണ്ടക്, പിന്നെയോ അച്ചി ദോസ്തി, മറ്റൊന്ന് മേണ്ടക്കി ആവാസ്. 3 ഹെഡിങ്ങൾ നാം പറഞ്ഞു. ഈ ഒരു പ്രവർത്തനം നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലുണ്ട്, അതൊന്ന് നോക്കൂ. കഹാനി ബാരിഷ് കെ ലിയെ ഏക് ഔർ മുനാസബ് ഉൻവാൻ ലിഖിയെ, ബാരിഷ് എന്ന കഥക്ക് മറ്റൊരു അനുയോജ്യമായ ഹെഡിങ് എഴുതുക. മഴയില്ലാതിരുന്നാൽ ഉണ്ടാവുന്ന പ്രയാസം നീതുവിൻ്റെ അബ്ബ പറഞ്ഞു, നമ്മൾ കേട്ടു അല്ലേ? എന്താണ് അബ്ബ പറഞ്ഞത്? മഴയില്ലാതിരുന്നാൽ ഗാവോं के सारे खेत ബർബാദ് ഹോ ജായേഗ അല്ലേ? നമ്മുടെ ഗ്രാമത്തിലെ മുഴുവൻ ഖേത്തും നശിച്ചു പോകുമെന്ന് പറഞ്ഞു അല്ലേ? മഴയില്ലാതിരുന്നാൽ പിന്നെ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും? വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, മഴ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുണ്ടാവും അല്ലേ? ഒന്ന് നമുക്ക് നീതുവിൻ്റെ അബ്ബ തന്നെ പറഞ്ഞു തന്നു. എന്ത്? സാരേ ഖേത്ത് ബർബാദ് ഹോ ജായേങ്കെ, സാരേ ഖേത്ത്
ബർബാദ് ഹോ ജായേംഗെ. പിന്നെന്തുണ്ടാവും? ആ ബാരിഷ് നഹീ ഹുയി തോ ജാൻവർ നഹീ രഹ് സക്തേ. ജാൻവറിനും നഹീ രഹ് സക്തേ, ജീവിക്കാൻ കഴിയൂല അല്ലേ? പിന്നെയോ, പിന്നെന്താ ബുദ്ധിമുട്ട്? മഴയില്ലാതിരുന്നാൽ ഹമാരെ ജിന്ദഗി ബി പരേശാൻ ഹോഗ. ഹമാരെ ജിന്ദഗി ബി പരേശാൻ ഹോഗ. നമ്മുടെ ജീവിതവും ബുദ്ധിമുട്ടാവും വെള്ളമില്ലെങ്കിൽ അല്ലേ? കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, കുളിക്കാൻ വെള്ളം ഉണ്ടാവില്ല അല്ലേ? വളരെ പ്രയാസം ഉണ്ടാവും. പിന്നെയോ ബാരിഷ് നഹീ ഹുയി തോ ജംഗൽ ബി നഹീ ഹോഗ അല്ലേ? ജംഗലും ഉണ്ടാവില്ല, പേട് നഹീ ഹോഗ, പൗധ നഹീ ഹോഗ. ഈ ഒരു പ്രവർത്തനം കൂടെ എഴുതാൻ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അതും ഒന്ന് നോക്കൂ. नीदू के अब्बू कहते हैं कि मौसम इसी तरह रहा तो गाँवों के सारे खेत बर्बाद हो जाएंगे. നീതുവിൻ്റെ അബ്ബു പറഞ്ഞിട്ടുണ്ട്, കാലം ഇതേ പ്രകാരം പോവുകയാണെങ്കിൽ ഗ്രാമത്തിലെ മുഴുവൻ വയലുകളും നശിച്ചു പോകുമെന്ന്. ബച്ചോ, ബാരിഷ് की कमी की वजह से हमें क्या क्या मुश्किलात का सामना करना पड़ता है. കുട്ടികളെ, നമുക്ക് മഴയുടെ കുറവ് കാരണം നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നേരിടുക. ഓക്കെ, ഇന്ന് നമ്മൾ 2 പ്രവർത്തനം തന്നത്. ഒന്ന് മുനാസബ് ഉൻവാൻ, ഈ കഥക്ക് അനുയോജ്യമായ ഹെഡിങ് എഴുതാൻ. മറ്റൊന്ന് എന്തായിരുന്നു? മഴയുടെ കുറവ് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് 2-3 സെൻറ്റൻസ് എഴുതാനായിരുന്നു. ഓക്കെ, ഇത് രണ്ടും എഴുതിയിട്ട് നിങ്ങളെ ടീച്ചർക്ക് വൃത്തിയായി എഴുതി അയച്ചു കൊടുക്കണം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹാഫിസ്.